ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് റൈമിംഗ് വേർഡ് എന്താണെന്നും റൈമിംഗ് സ്കീം എങ്ങനെ കണ്ടെത്താം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കവിതയ്ക്ക് ഭംഗി കൂട്ടാൻ കവികൾ പല ടെക്നിക്സും യൂസ് ചെയ്യാറുണ്ട്. അതിൽപ്പെട്ട ഒരു ടെക്നിക്കാണ് റൈമിംഗ് വേർഡ്. അപ്പോൾ നമുക്ക് റൈമിംഗ് വേർഡ് എങ്ങനെ കണ്ടെത്താം? നമ്മുടെ നഴ്സറി റൈം തന്നെ എടുക്കാം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇവിടെ സ്റ്റാർ ആർ പറയുന്ന സൗണ്ട് നമ്മുടെ ആ ഒരു ലൈനിലെ അവസാനത്തെ എൻഡിങ് സൗണ്ട് ഒരുപോലെയാണ്. അതുപോലെ നെക്സ്റ്റ് ലൈൻ എടുക്കാം. അപ്പ് എബവ് ദ വേർഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ഹൈ, സ്കൈ, ഇത് രണ്ടും സെയിം എൻഡിങ് സൗണ്ടാണ് അല്ലേ, ഒരേ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടും റൈമിംഗ് പേഴ്സ് ആണ്. നമുക്ക് മറ്റൊരു പോം എടുത്താലോ. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് എവേ കെയർ. ഹെയർ, കെയർ നമ്മൾ പറയുന്നത് ഒരേപോലെ ഇല്ല, ആ ലാസ്റ്റ് സൗണ്ട് ഇതാണ് റൈമിംഗ് വേർഡ്സ്. അതുപോലെ തന്നെ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദ ഓൾഡ് ഫോക്ക്. ഓക്ക്, ഫോക്ക് ഒരുപോലെ സൗണ്ട് ഇല്ലേ, ഇതും റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞാൽ ഒരേപോലുള്ള സൗണ്ടുകൾ ഒന്നിച്ച് എഴുതുക. അപ്പോൾ ഈ ഒരു പോം തന്നാൽ ഇതിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെയർ, കെയർ, ഓക്ക്, ഫോക്ക്, പ്ലേ, സേ, ജോയ്സ്, ബോയ്സ്, സീൻ, ഗ്രീൻ. പോമിൽ നിന്ന് എങ്ങനെ റൈമിംഗ് സ്കീം കണ്ടെത്താം? നമ്മൾ മുന്നേ എടുത്ത തന്നെ എക്സാമ്പിൾ എടുക്കാൻ പോവുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. സ്റ്റാർ എന്നുള്ളതും ആർ എന്നുള്ളതും ഒരേ എൻഡിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരേ സൗണ്ട് ആകുമ്പോൾ അതിന് എ എന്നുള്ള ലെറ്റർ കൊടുക്കണം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ കൊടുത്തു. ഇനി തേർഡ് ലൈൻ എടുക്കാം. അപ്പ് എബവ് ദ വേർഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ഹൈ എന്നുള്ളതും സ്കൈ എന്നുള്ളതും വേറെ എൻഡിങ് സൗണ്ടാണ് അല്ലേ. ഇത് രണ്ടും വേറൊന്നായതുകൊണ്ട് തന്നെ ആൽഫബറ്റിലെ ബി എന്നുള്ള അക്ഷരം നമ്മൾ അവയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ എ ബി ബി എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു പോം നോക്കാം. മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ്, ഇറ്റ്സ് പ്ലീസസ് ആസ് വൈറ്റ് ആസ് സ്നോ, ആൻഡ് എവരിവെയർ ദാറ്റ് മേരി വെന്റ് ദ ലാമ്പ് വാസ് ഷുവർ ടു ഗോ. ഇവിടെ ഓരോ ലൈനിൻ്റെയും ലാസ്റ്റത്തെ വേർഡ് നോക്കാം. ലാമ്പ്, സ്നോ, വെന്റ്, ഗോ. ഇവയെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണമാണ് അല്ലേ. ലാമ്പ് എന്നുള്ളത് സ്നോയുമായി ബന്ധമില്ല. സോ നമുക്ക് ലാമ്പിന് എ എന്നുള്ള ലെറ്റർ കൊടുക്കാം, സ്നോ എന്നുള്ളതിന് ബി എന്നുള്ള ലെറ്റർ കൊടുക്കാം. ദെൻ തേർഡ് ലൈന് വെന്റ് എന്നുള്ളതിന് സി കൊടുത്തു. ദെൻ ലാസ്റ്റ് ലൈനിലുള്ള ഗോ എന്നുള്ളത് സെക്കൻഡ് ലൈനിലെ സ്നോയുമായിട്ട് സൗണ്ട് സിമിലർ ആണ് അല്ലേ. സ്നോ, ഗോ. അതുകൊണ്ട് നമ്മൾ സ്നോക്ക് കൊടുത്ത അതേ ലെറ്റർ ഗോക്കും കൊടുക്കുക. അവിടെ ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി സി ബി എന്നാണ്. ഗോട്ട് ഇറ്റ് ഡിയർ ചിൽഡ്രൻ? ഇപ്പോൾ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ് എന്താണെന്നും റൈമിംഗ് സ്കീം എങ്ങനെ കണ്ടെത്താമെന്നും മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ സിമിലി, മെറ്റഫോർ, അലിട്രേഷൻ എന്നിവയെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമായി എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.